മീനച്ചിലാർ കര കവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ഏറ്റുമാനൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലുണ്ടായ വെള്ളക്കെട്ടിൽ നിന്ന് ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. എങ്കിലും പ്രദേശവാസികളുടെ ആശങ്ക ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. നഗരസഭയുടെ കീഴിൽ 5 ഇടങ്ങളിലാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. വെള്ളമിറങ്ങിയതോടെ ചില കുടുംബങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി വീടുകളിലേക്ക് മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. നിലവിലെ അവസ്ഥ ഇപ്പോൾ എന്താ? അവിടെ വെള്ളം നേരിയ കണക്കുണ്ട്, എങ്കിലും ശരിക്കും ഇറങ്ങുന്നില്ല. ഈ മഴയൊക്കെ പെയ്തുകൊണ്ടേ ഈ പ്രാവശ്യം വെള്ളം കയറിയപ്പോൾ എൻ്റെ ബാത്റൂം ഇരുന്ന് പോയി, സൈഡ് ഇരുന്ന് പോയി. വെട്ടമില്ലാത്ത കൊണ്ട് വീടിനകത്ത് കയറാൻ പറ്റുന്നില്ല. പിന്നെ ഇടയെന്ന് കിടക്ക വീടിനകത്ത് കാണും. അതുകൊണ്ട് വീടിനകത്ത് കയറണമെങ്കിൽ കറണ്ട് കഴിയണം. വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കേടുപാടുകളുണ്ടോന്ന് അറിയാൻ പറ്റും. ഞാൻ പായൽ കയറി മുടിയൊക്കെ വരുന്നു. ആഫ്രിക്കൻ പായലുണ്ടായിരുന്നു, അവർ മൊത്തം മുറ്റമ്പഴി കയറി മൊത്തം കിടക്കുമായിരുന്നു. എൻ്റെ ബാത്റൂം ഇരുന്ന് പോയി. അതിനകത്ത് കയറാൻ ഞാനൊന്ന് കുറവ്. അവിടെ ഇപ്പോൾ എത്ര കുടുംബമുണ്ട്? അവിടെ ആ ഭാഗത്ത് അവിടെ ഏകദേശം 6-7 കുടുംബങ്ങളുണ്ട്. നിങ്ങൾ ഏത് ഭാഗത്താണ് വന്നത് ക്യാമ്പിൽ? ഇവര് ആനപ്പാലത്തിൻ്റെ സമീപം. വീടുകളിലും കനത്ത ചെളിയും മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയ നിലയിലാണ്. പക്ഷേ 2015 ശേഷം ഈ വെള്ളം കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഏത്തവാഴ മറ്റ് കൃഷിസാധനങ്ങൾ എല്ലാം നശിച്ചുപോയി. ഇപ്പോൾ ഓണം വരുന്ന ബാക്കി കുടുംബക്കാർ സ്വന്തക്കാരുണ്ട്, അവരുടെ കൃഷിയിടങ്ങളെല്ലാം വെള്ളം കയറി, വാഴയെല്ലാം മറിഞ്ഞു പോയി, ചേന എല്ലാം പോയി. എല്ലാം ഓണത്തിനോടനുബന്ധിച്ചല്ലേ? ഓണത്തിനനുബന്ധിച്ച് നമുക്ക് ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്നാ പിള്ളേരും എല്ലാം ഉള്ളതുകൊണ്ട് ഇനി എന്നൊക്കെ ചെയ്യുന്നത് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടിങ്ങനെ സങ്കടത്തിൽ നിൽക്കുന്നു. പൂർണ്ണമായും വെള്ളം ഒഴിഞ്ഞു പോയാൽ മാത്രമേ വീടുകൾക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ കൃത്യമായ വ്യാപ്തി തിട്ടപ്പെടുത്താൻ സാധിക്കൂ. പ്രളയത്തിൽ വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. നിലവിൽ എങ്ങനെ ക്യാമ്പ് പോകുന്നത്? ക്യാമ്പ് സമാധാനപരമായി പോകുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. അംഗങ്ങളെല്ലാം വേണ്ട സൗകര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എത്തുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് ഏത് ഭാഗത്തുള്ള ആൾക്കാർ ഇവിടെ വന്നേക്കുന്നത് ക്യാമ്പിൽ? പൊന്നാത്തറ 10ാം വാർഡിൽ. അതേസമയം ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതും കിഴക്കൻ മേഖലകളിൽ കനത്ത മഴ തുടരുന്നതും ജനങ്ങൾക്കിടയിൽ വീണ്ടും പ്രളയഭീതി സൃഷ്ടിക്കുന്നുണ്ട്. നഗരസഭയുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണവും മറ്റ് അടിയന്തര സൗകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ ടോമി പുളിമാൻ തുണ്ടം പറഞ്ഞു. ഇന്ന് അടിയന്തരമായിട്ടൊരു കൗൺസിൽ കൂടിയത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആൾക്കാരുടെ കാര്യങ്ങളെപ്പറ്റി 36 കൗൺസിലർമാരെ അറിയിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ട ദൈനംദിന കാര്യങ്ങൾ വളരെയധികം ഭംഗിയായി ചെയ്തു കൊടുക്കുകയും അതിനകത്ത് കുറേ ആൾക്കാർ വീടുകളിൽ പോയിട്ടുണ്ട്. വീടുകളിൽ പോയി ആൾക്കാർക്ക് കിണറുകൾ ശുദ്ധീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. നല്ല മുൻകാലിനേക്കാളും ഏറ്റവും ഭംഗിയായ രീതിയിൽ അവർക്ക് സന്തോഷപ്രദമായ രീതിയിൽ വേണ്ട കാര്യങ്ങൾ മുനിസിപ്പാലിറ്റി ഇടപെട്ട് അവർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പുതപ്പുകൾ കൊടുത്തു. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിന്റെ മെഡിക്കൽ ടീമും സേവാഭാരതിയുടെ ആംബുലൻസ് സർവീസും മെഡിക്കൽ സംഘവും ക്യാമ്പുകളിൽ സജീവമായി രംഗത്തുണ്ട്. കൂടാതെ നഗരസഭ ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.